ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ്. കഴിഞ്ഞ 2 വർഷം ഇതേ സമയത്ത് ചെയ്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. അതുകൊണ്ട് ഇപ്രാവശ്യം മുടക്കുന്നില്ല, ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ പോയത് സ്കൂൾ യൂണിഫോം എടുക്കാനാണ്. അതാണല്ലോ മെയിൻ. ഇത്ര നേരത്തെ തന്നെ പോയിട്ട് യൂണിഫോമൊക്കെ എടുക്കുന്നത് ആ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടുള്ള ആ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടൈലർമാരുടെ അടുത്ത് ഇപ്പോൾ കൊടുത്താലേ അപ്പോഴേക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുള്ളൂ. അങ്ങനെ 3 സെറ്റ് യൂണിഫോം എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട സോക്സും പാൻറ്റീസും അങ്ങനെ എല്ലാം ഇപ്പം തന്നെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ യൂണിഫോം എടുത്തിറങ്ങി. ഇനി വേണ്ടത് ബാഗും പിന്നെ സ്കൂൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ മാക്സിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. ആദ്യം തന്നെ നോക്കിയത് ബാഗാണ്. ബാഗ് തന്നെ ഒരുപാട് കളക്ഷൻസ് ആണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോൾ ഏതെടുക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകൾ. പക്ഷെ ഒരുവിധം ബാഗുകളൊക്കെ വരുന്നത് ലൈറ്റ് കളേഴ്സിലാണ്. പിങ്ക്, ബ്ലൂ, ലാവൻഡർ അങ്ങനെ ലൈറ്റ് കളേഴ്സിലാണ് വരുന്നത്. എനിക്ക് പൊതുവേ ലൈറ്റ് കളേഴ്സ് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കാരണം ലാസ്റ്റ് സ്കൂളൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. എത്ര വാഷ് ചെയ്താലും ചളി പിടിച്ചത് ചിലപ്പോൾ അങ്ങനെ കാണും. അങ്ങനെ ഒരുപാട് തിരഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡാർക്ക് ബ്ലൂവും പിങ്കും കൂടെ കൂടിയ ബാഗ് കണ്ടത്. അപ്പോൾ അസുവാണ് അത് സെലക്ട് ചെയ്ത് കൊടുന്ന് തന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ അതന്നെ എടുത്തു. അധികം ലേറ്റിലേക്ക് പോകണ്ടെന്ന് കരുതി. ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതൊന്നും എടുക്കുന്നില്ല. പിന്നെ വേണ്ട ലഞ്ച് കിറ്റും പൗച്ചും ബോക്സും അതേപോലെ വാട്ടർ ബോട്ടിലൊക്കെ തന്നെയാണ് എടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ലാവൻഡർ കളർ വാട്ടർ ബോട്ടിലാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ വേണ്ട ഷൂ ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ പേന, പെൻസില്, ഷാർപ്പ്നർ അങ്ങനത്തതൊന്നും ഈ കടയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ തൊട്ടടുത്ത് നെസ്റ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോയിലേക്ക് പോയിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തത്. അങ്ങനെ പിന്നെ നെസ്റ്റോയിലേക്കാണ് പോയിരുന്നത്. ഈ കടയിൽ നിന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങൾ, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തത്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം, എടുത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ എന്തായെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഏതൊക്കെ ജില്ലയിലുള്ളവരാണെന്നും കൂടെ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.